മുന്നണികൾക്ക് കണക്കുകൂട്ടൽ പോലും അസാധ്യമാകുന്ന തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇത്തവണ കോഴിക്കോട്. കഴിഞ്ഞ തവണ 13-ൽ 10 വിജയിച്ച ഇടതുമുന്നണി പല മണ്ഡലങ്ങളിലും ഇത്തവണ അപ്രതീക്ഷിത മത്സരങ്ങളാണ് നേരിടുന്നത്. 5 പ്രവചനാതീതമായ മത്സരമാണ് ജില്ലയിൽ. കഴിഞ്ഞ തവണ വലത്തോട് ചാഞ്ഞ 3 മണ്ഡലങ്ങൾ കൂടി ചുവപ്പിച്ച് സമ്പൂർണ്ണ ആധിപത്യം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു. പേരിനെങ്കിലും ഒരു MLA നേടാൻ അഭിമാന പോരാട്ടത്തിലാണ് കോൺഗ്രസ്. സീറ്റുകളുടെ എണ്ണം 3-ൽ നിന്ന് 5 ആക്കാൻ അരയും തലയും മുറുക്കിയാണ് ലീഗ് രംഗത്തുള്ളത്. ശക്തി അറിയിക്കാൻ BJPയും. വടകര, കുന്നമംഗലം, കൊയിലാണ്ടി, കുറ്റ്യാടി എന്നിവ പ്രവചനാതീതമാകുന്നു. നോർത്ത്, എലത്തൂർ, ബേപ്പൂർ, പേരാമ്പ്ര, നാദാപുരം, ബാലുശ്ശേരി എന്നിവയാണ് ഇടതുമുന്നണി വിജയം ഉറപ്പിക്കുന്നവ. സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ജയം ആവർത്തിക്കാമെന്ന് UDFും. KK രമയുടെ വോട്ടാകും വടകരയിൽ ഗതി നിർണ്ണയിക്കുക. കുന്നമംഗലത്തെ T സിദ്ദിഖിന്റെ സ്വീകാര്യത PT റഹീമിന്റെ സാധ്യതകളെ ബാധിക്കുന്നു. UDFിലെ ഐക്യത്തിനൊപ്പം പ്രചാരണത്തിലെ മുന്നേറ്റമാണ് കൊയിലാണ്ടിയിൽ ഇടതിന്റെ അനായാസ വിജയത്തിന് തടസ്സമാകുന്നത്. KK ലതികയ്ക്കെതിരെ പാറക്കൽ അബ്ദുള്ളയുടെ മുന്നേറ്റം കുറ്റ്യാടിയെ പ്രവചനാതീതമാക്കുന്നു. BJP വോട്ട് കച്ചവടം ഉൾപ്പെടെ ആരോപണ പ്രത്യാരോപണങ്ങളും പ്രചാരണത്തിൽ സജീവമായി. മത്സരത്തിന്റെ വാശി കൊട്ടിക്കലാശത്തിലും കണ്ട പ്രചാരണ സമാപനം. പതിവ് തെറ്റിച്ച് ആർക്കും മനസ്സ് കൊടുക്കാതെ സാമൂതിരിനാട് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ 19-ന് പെട്ടി തുറക്കും വരെ മുന്നണികൾക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.